ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിന് തുടക്കമായത് ഇന്നാണ്. ഇന്നുച്ചയ്ക്ക് 1:30 ആദ്യ ടെസ്റ്റ് ആരംഭിച്ചു. ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. ഈ ഒരു ടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സെഞ്ചുറിയൻ ടെസ്റ്റിന് തുടക്കമായത് ഇന്നാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം തന്നെ ടീമിലേക്ക് എത്തി. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബുംറയും ടീമിലുണ്ട്. ഇന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് ജയ്സ്വാളും രോഹിത് ശർമ്മയുമായിരുന്നു. ഇന്ത്യക്ക് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. 13ാമത്തെ റൺസിൽ തന്നെ രോഹിത് ശർമ്മ ഔട്ടായി മടങ്ങി. പിന്നീട് ജയ്സ്വാളും പെട്ടെന്ന് പുറത്തായി. രോഹിത് ശർമ്മ 5 റൺസും ജയ്സ്വാള് 17 റൺസുമാണ് ഇന്നെടുത്തത്. വൺ ഡൗണിൽ ഇറങ്ങിയത് ശുഭ്മാൻ ഗില്ലായിരുന്നു. ഗില്ലും ഇന്ന് ഫ്ലോപ്പായി. ആകെ കൂടി 2 റൺസ് മാത്രമേ ഗില്ല് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 24 റൺസിൽ 3 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി. ഇത്രയും പെട്ടെന്ന് 3 വിക്കറ്റ് പോകുമെന്ന് ആരും കരുതിയില്ല. പിന്നീട് കളത്തിലെത്തിയത് ശ്രേയസും കോഹ്ലിയുമായിരുന്നു. കോഹ്ലിയും ശ്രേയസും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. കളി വിട്ടുകൊടുക്കാൻ ഇവർ ഒരുക്കമല്ലായിരുന്നു. വളരെ മികച്ച രീതിയിലാണ് കോഹ്ലി ഇന്ന് കളിച്ചത്. എങ്ങനെ ബൗൾ ചെയ്തിട്ടും കോഹ്ലിയുടെ വിക്കറ്റ് നേടാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കോഹ്ലി ശരിക്കും പിടിച്ചു നിന്നു. പിന്നീട് 92 റൺസിൽ ശ്രേയസ് ഔട്ടായി. ഇതോടുകൂടി ഇന്ത്യ ശരിക്കും ഒന്ന് ഡൗൺ ആയി. ശ്രേയസ് ഔട്ടായപ്പോൾ കോഹ്ലിയും അടിപതറി. പിന്നീട് കോഹ്ലിയും ഔട്ടാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ശ്രേയസും കോഹ്ലിയും മികച്ച രീതിയിൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്താണ് ശ്രേയസ് പുറത്തായത്. ഇതോടുകൂടി ഇന്ത്യ 107 റൺസിൽ 5 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. ഇനിയിപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ അത് രാഹുലിന്റെ കയ്യിലാണ്. രാഹുലും അശ്വിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഇന്ത്യക്ക് ഒരു 250 റൺസെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ പിന്നെ ബൗളിങ്ങിൽ ഇന്ത്യക്ക് പിടിക്കാം. ഇന്നത്തെ പിച്ച് പേസർമാർക്ക് അനുകൂലമാണ്. എന്തായാലും ഇന്ന് കോഹ്ലിയും ശ്രേയസും മികച്ച കളിയാണ് പുറത്തെടുത്തത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.